മകരവിളക്കിനൊരുങ്ങി സന്നിധാനം. അയ്യന് ചാർത്താനുള്ള തിരുവാഭരണവുമായി ഘോഷയാത്ര പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു. തിരുവാഭരണ ഘോഷയാത്ര അത് ദർശിക്കാൻ വലിയ ഭക്തജന തിരക്കാണ് പന്തളത്ത് അനുഭവപ്പെട്ടത്. രാജപ്രതിനിധിയായി നാരായണ വർമ്മയാണ് ഘോഷയാത്രയെ അനുഗമിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഘോഷയാത്ര പുറപ്പെട്ടത്. ഉച്ചയ്ക്ക് 1 മണിക്ക് വാഹനസംഘം തിരുവാഭരണങ്ങൾ ശിരസിലേറ്റി. അതേപോലെ തന്നെ ഘോഷയാത്രയുടെ തുടക്കത്തിൽ ഭഗവാൻ മകരവിളക്കിനൊരുങ്ങി സന്നിധാനം. അയ്യന് ചാർത്താനുള്ള തിരുവാഭരണവുമായി ഘോഷയാത്ര പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു. തിരുവാഭരണ ഘോഷയാത്ര ദർശിക്കാൻ വലിയ ഭക്തജന തിരക്കാണ് പന്തളത്ത് അനുഭവപ്പെട്ടത്. രാജപ്രതിനിധിയായി നാരായണ വർമ്മയാണ് ഘോഷയാത്രയെ അനുഗമിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1-നാണ് ഘോഷയാത്ര പുറപ്പെട്ടതും. ഉച്ചയ്ക്ക് 1 മണിക്ക് വാഹനസംഘം തിരുവാഭരണങ്ങൾ ശിരസിലേറ്റി. ഘോഷയാത്രയുടെ തുടക്കത്തിൽ ഭഗവാൻ ശ്രീ പരമേശ്വരന്റെയും ശ്രീഹരി വിഷ്ണുവിന്റെയും പ്രതീകങ്ങളായ ശ്രീകൃഷ്ണ പരന്തുകൾ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിന്റെ മുകളിൽ വട്ടമിട്ട് പറന്നു. ഇതോടെ ഘോഷയാത്രയ്ക്ക് അനുവാദം നൽകിക്കൊണ്ടാണ് ശ്രീകൃഷ്ണ പരന്തുകൾ അവിടെ പറക്കുന്നത് എന്നതാണ് ഒരു വിശ്വാസമായി തന്നെ പറയപ്പെടുന്നത്. തിരുവാഭരണ ഘോഷയാത്ര മറ്റന്നാൾ സന്നിധാനത്തെത്തും. ജനുവരി 14-നാണ് മകരജ്യോതിയും മകര സംക്രാന്തി പൂജയും. 26 പേരാണ് ഈ ഒരു സംഘത്തിലുള്ളത്. ഘോഷയാത്ര കടന്നുപോകുന്ന പാതയിൽ 11 സ്ഥലങ്ങളിൽ ആഭരണ പെട്ടികൾ തുറന്ന് ദർശിക്കാൻ നമുക്ക് ദർശനം നൽകാൻ സാധിക്കുന്നവയാണ്. അതുപോലെ തന്നെ കുളനട ഭഗവതി ക്ഷേത്രം, ഉള്ളൂർ ദേവീക്ഷേത്രം, കുറിയാപ്പള്ളി ദേവീക്ഷേത്രം, പാമ്പാടിമൺ അയ്യപ്പ ക്ഷേത്രം, അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഈ ഒരു തിരുവാഭരണം അവിടെ എത്തുകയും അവിടെ എല്ലാം തന്നെ ദർശിക്കാനുള്ള ഒരു അവസരം ഒരുക്കുകയും ചെയ്യും. അതേപോലെ തന്നെ മരുതമലയിൽ ശിവൻകുട്ടിയാണ് ഇത്തവണ മുതൽ തിരുവാഭരണ വാഹന സംഘത്തിന്റെ ഗുരുസ്വാമിയായി തന്നെ എത്തുന്നത്. പുണർദം നാൾ PN നാരായണവർമ്മയാണ് അവിടെ രാജപ്രതിനിധിയായുള്ളത്. അതേപോലെ തന്നെ മറ്റ് സംഘങ്ങളും ഈ ഘോഷയാത്രയ്ക്കൊപ്പം ഉണ്ടാകും. അതേസമയം ഘോഷയാത്ര 3-ാം നാൾ ശബരിമലയിൽ എത്തിച്ചേരും. തിരുവാഭരണങ്ങൾ ചാർത്തി ദീപാരാധന അന്ന് വൈകിട്ട് 6:30 തന്നെ നടക്കും. ജനുവരി 18-ന് കൊട്ടാരം വക കളഭാഭിഷേകവും 19-ന് ഗുരുസിയും രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ തന്നെ നടക്കും. അതേപോലെ തന്നെ ശബരിമലയിൽ ഭക്തജനങ്ങൾക്ക് 19-ന് രാത്രി വരെയും ദർശനം ഉണ്ടായിരിക്കുകയുള്ളൂ. ജനുവരി 20-ന് രാവിലെ 6 മണിയോടുകൂടി തന്നെ നടയടച്ച് തിരുവാഭരണവുമായി തന്നെ രാജപ്രതിനിധി അവിടെ പടിയിറങ്ങി മടക്കയാത്ര ആരംഭിക്കും. അതേസമയം മകരവിളക്ക് ദിനത്തിൽ പ്രവേശിക്കാവുന്ന ഭക്തരുടെ എണ്ണത്തിൽ ഹൈക്കോടതി നിയന്ത്രണങ്ങൾ വരുത്തിയിട്ടുണ്ട്. മകരവിളക്ക് ദിനത്തിൽ പ്രവേശനം 35,000 പേർക്ക് മാത്രമായി തന്നെ നിജപ്പെടുത്തിയതായും തന്നെ ഇപ്പോൾ കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. വെർച്വൽ ക്യൂ വഴി 30,000 പേർക്കും സ്പോട്ട് ബുക്കിംഗ് വഴി 5,000 പേർക്കുമാണ് പ്രവേശന അനുമതി ഉള്ളത്. ജനുവരി 13-ന് വെർച്വൽ ക്യൂ വഴി 35,000 പേർക്കും സ്പോട്ട് ബുക്കിംഗ് വഴി 5,000 പേർക്കും ഇവിടെ ദർശനം ഒരുക്കിയിട്ടുണ്ട്. മകരവിളക്ക് ദിവസം രാവിലെ 10 മണിക്ക് ശേഷം നിലയ്ക്കലിൽ നിന്നും ആരെയും പമ്പയിലേക്ക് കടത്തിവിടില്ല. രാവിലെ 11 മണി കഴിഞ്ഞാൽ തന്നെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ആരെയും കടത്തിവിടാൻ പാടില്ല എന്നാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.